ഇന്നത്തെ കാലത്ത് ബന്ധുക്കളെ സ്നേഹിക്കുന്ന എത്ര പേരുണ്ട്? അതായത് ബന്ധുജനങ്ങളെ ഈ വലുതായതിനു ശേഷം ചെറുപ്പം മുതൽ നല്ല സ്നേഹമായിരിക്കും. പക്ഷെ വലുതായതിനു ശേഷം സ്വന്തം കാര്യം നോക്കി പോകുന്നവരാണ് ഏറ്റവും കൂടുതലുള്ളത്. പക്ഷേ ചില ആളുകള് അവരുടെ സ്വന്തം ബന്ധുക്കളെ അതെന്താ പറയാ, മരണം വരെ അതേപോലെ പൊന്നുപോലെ കാത്തുസൂക്ഷിക്കും. അത് അവരുടെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഒരു മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ പേരാവൂരത്തെ എം.എൽ.എ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ കേരള ഇലക്ട്രിസിറ്റി മന്ത്രി ആയിട്ടുള്ള നമ്മുടെ സണ്ണി ജോസഫ് എന്ന് പറഞ്ഞിട്ടുള്ള സണ്ണി വക്കീൽ. അപ്പോൾ സണ്ണി വക്കീൽ പേരാവൂരത്തെ എം.എൽ.എ ആണ്, മന്ത്രിയാണ്. അപ്പം ഈ സണ്ണി ജോസഫിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സണ്ണി ജോസഫിന് ചുറ്റും നിൽക്കുന്ന എല്ലാവരെയും സണ്ണി ജോസഫ് സാറ് അകമഴിഞ്ഞ് സഹായിക്കുന്ന ഒരു വ്യക്തിയാണ്. എല്ലാ കാര്യങ്ങൾക്കും മുന്നിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. പ്രത്യേകിച്ച് സ്വന്തം കുടുംബത്തിലുള്ള എല്ലാവരെയും സേഫ് ആക്കാൻ വേണ്ടിയിട്ട് വളരെയധികം പ്രയത്നിക്കുന്ന ഒരു വ്യക്തിയാണ് സണ്ണി ജോസഫ് വക്കീൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഇത്രയും നാളത്തെ ആ ഒരു രാഷ്ട്രീയ ജീവിതത്തിനുള്ളിൽ ഇദ്ദേഹം രക്ഷിച്ചിട്ടുള്ള കുറേ പേരുകളുണ്ട്, കുറേ ആളുകളുണ്ട്. ഇദ്ദേഹമായിട്ട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് എന്താ പറയുക, ഇദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഇദ്ദേഹം എന്തും ചെയ്യുന്ന, അല്ലെങ്കിൽ എന്ത് ഉപകാരവും ചെയ്യുന്ന ഒരു നല്ലൊരു വ്യക്തിയാണ് സണ്ണി ജോസഫ് വക്കീൽ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തെ സ്നേഹിച്ചത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇദ്ദേഹം എല്ലാവർക്കും, അതായത് കുടുംബത്തിലെ എല്ലാവർക്കും, സഹോദരനും സഹോദരിക്കും ബാക്കിയുള്ള ബന്ധുക്കൾക്കും എല്ലാം എന്താ പറയുക, നല്ലൊരു ജോലി, അവരുടെ ജീവിതം സുരക്ഷിതമാക്കുന്ന തരത്തിലുള്ള നല്ലൊരു ജോലി ഇദ്ദേഹം ഇത്ര നാൾ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഇത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള ഒരു ലിസ്റ്റാണ്. ഈ ഒരു ലിസ്റ്റ് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്, ഇദ്ദേഹത്തെ പോലെ കുടുംബത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നമ്മുടെ കേരള സമൂഹത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ലിസ്റ്റ് പ്രകാരം, അല്ലെങ്കിൽ ഈ ഒരു വാർത്തയിൽ വന്നിട്ടുള്ള ഈ ഒരു ലിസ്റ്റ് പ്രകാരം ഇദ്ദേഹം ആരെയൊക്കെയാണ്, അല്ലെങ്കിൽ ആരുടെയൊക്കെ കുടുംബത്തെയാണ് രക്ഷിച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് നോക്കാം. കാരണം ഇദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക, കരുതൽ, ഈ ഒരു സ്നേഹം, ഇതൊക്കെ നമ്മൾ ഒരിക്കലും അഡ്രസ്സ് ചെയ്യാതെ പോകാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം പലരും പലതും പറയും, കാരണം പിൻവാതിൽ ബന്ധു നിയമനം എന്നൊക്കെ പലരും പറയും. പക്ഷേ ഇദ്ദേഹം നമുക്ക് മുന്നിലേക്ക് കാണിച്ചു തരുന്ന ഒരു പ്രത്യേക ഒരു സ്നേഹമുണ്ട്. അതായത് നമ്മുടെ കുടുംബത്തെ നമ്മൾ എങ്ങനെ കാത്തു സൂക്ഷിക്കണം. ദൃശ്യത്തിലെ നമ്മുടെ ജോർജ് കുട്ടി സ്വന്തം കുടുംബത്തിന് വേണ്ടിയിട്ട് സ്വന്തം ജീവിതം തന്നെ ഒഴിഞ്ഞു വെക്കുന്നത് പോലെ തന്നെ, സ്വന്തം കുടുംബത്തിലെ ആളുകൾക്ക് വേണ്ടിയിട്ട് ഇദ്ദേഹം ചെയ്തിട്ടുള്ള പുണ്യപ്രവൃത്തികൾ, അല്ലെങ്കിൽ ഇദ്ദേഹം ചെയ്തിട്ടുള്ള കാരുണ്യ പ്രവൃത്തികൾ നമ്മൾ ഒരിക്കലും അഡ്രസ്സ് ചെയ്യാതെ പോകാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് സണ്ണി വക്കീൽ സാറിൻ്റെ ഈ ഒരു കാര്യം, ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്. കാരണം ഇത് ഒരുപാട് പേര് ചെയ്തു കണ്ടു. അപ്പം ഞാനും വിചാരിച്ചു, ഇത് കൊള്ളാലോ, ഇത് ഇത്രയും സ്നേഹസമ്പന്നനായിട്ടുള്ള, അല്ലെങ്കിൽ ആളുകളെ ഇത്രയും സ്നേഹിക്കുന്ന ഒരു ജനപ്രതിനിധിയെ നമ്മൾ ഒരിക്കലും കണ്ടില്ല എന്ന് നടിക്കാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഒരു പുണ്യപ്രവൃത്തികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഇദ്ദേഹത്തിൻ്റെ സഹോദരനായിട്ടുള്ള ഷാജി ജോസഫ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് കണ്ണൂർ ജില്ലാ സഹകരണ ബാങ്കിലാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇദ്ദേഹം കൊടുത്തിട്ടുള്ള ജോലികളെല്ലാം മിക്കതും സഹകരണ ബാങ്കുകളിലാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിന് ഈ ഇലക്ട്രിസിറ്റി മന്ത്രി എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഈ പറയുന്ന സഹകരണ സംബന്ധമായിട്ടുള്ള ഏതെങ്കിലും ഒരു വകുപ്പ് കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഇദ്ദേഹത്തിൻ്റെ കുടുംബക്കാർക്ക് എല്ലാവർക്കും സഹകരണ ബാങ്കിലാണ് കൂടുതലായിട്ട് ജോലി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് ഷാജി ജോസഫ് എന്ന് പറഞ്ഞിട്ടുള്ള സഹോദരനെ കണ്ണൂർ ജില്ലാ സഹകരണ ബാങ്കിൽ ജോലി വാങ്ങിക്കൊടുത്തു. പിന്നെയുള്ള സഹോദരനെ മാത്രമല്ല, സഹോദരിയെയും രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഷെല്ലി ജോസഫ് എന്നാണ് പേര്. അദ്ദേഹത്തെ കണ്ണൂർ ജില്ലാ സഹകരണ ബാങ്കിൽ തന്നെയാണ് ജോലി കൊടുത്തിട്ടുള്ളത്. അതിപ്പം കേരള ബാങ്ക് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അടുത്തത് ഐസൻ ജോസഫ് എന്ന് പറഞ്ഞിട്ടുള്ള സഹോദരനാണ്. ഉളിക്കൽ സർവീസ് സഹകരണ ബാങ്കിലാണ് ജോലി കൊടുത്തിട്ടുള്ളത്. പിന്നെ ബെന്നി തോമസ് എന്ന് പറഞ്ഞിട്ടുള്ള അളിയനെയും സാധാരണ അളിയന്മാരെയൊന്നും അധികം ആരും ശ്രദ്ധിക്കാതെ ഒഴിവാക്കി വിടുന്ന ആളുകളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സ്വന്തം അളിയന് എന്താ പറയുക, ഇപ്പം ലേറ്റസ്റ്റായിട്ട് ഈ ഒരു കഥ പൊങ്ങി വരാനുള്ള കാരണം തന്നെ ഇദ്ദേഹത്തിൻ്റെ വേറൊരു അളിയനെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് നിയമിക്കുന്നത് ആളുകൾ കണ്ടുപിടിച്ചത് കൊണ്ടാണ് ഈ ഇത്രയും കാര്യങ്ങളൊക്കെ ഇപ്പം പൊങ്ങി വരാനുള്ള കാരണം എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു കുടുംബസ്നേഹം പൊങ്ങി വരാനുള്ള കാരണം തന്നെ ആ ഒരു അളിയൻ സ്നേഹമാണ്. അളിയനെ പുതിയ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് നിയമിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ അന്വേഷണം വന്നപ്പോഴാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നത്. അപ്പം നമ്മുടെ ബെന്നി തോമസ് അളിയനെ ഉളിക്കൽ സർവീസ് സഹകരണ ബാങ്കിലാണ്
ഇപ്പോൾ മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി. ഈ ഒരു അളിയൻ്റെ കേസ് വന്നപ്പോഴാണ്. പക്ഷേ ഈ ബെന്നി തോമസ് എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ നല്ലൊരു പ്രവർത്തകനാണ് എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. അപ്പം അതിൻ്റെ ബേസിലാണ് പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് ഉള്ള ജോലി കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് എന്താ പറയുക, സമ്മർദ്ദം മൂലം അറിയാലോ, ഇങ്ങനെ ഈ മനുഷ്യസ്നേഹവും അല്ലെങ്കിൽ കുടുംബസ്നേഹവും കാണിക്കുന്നവരൊന്നും ഇന്നത്തെ കാലത്ത് ആരും എന്താ പറയുക വില വെക്കൂല അല്ലെങ്കിൽ അംഗീകരിക്കൂല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ബെന്നി തോമസ് അളിയൻ്റെ ജോലി കളയേണ്ടി വന്നു. അതായത് ബന്ധു നിയമനം എന്നൊക്കെ ഉള്ള പേരിട്ട് വിളിക്കുന്ന ഈ ഒരു സംഭവം കാരണം ബെന്നി തോമസിന് ജോലി പോകേണ്ടി വന്നു, ജോലിയിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു. കുഴപ്പമില്ല, എന്നാലും ഉളിക്കൽ സർവീസ് സഹകരണ ബാങ്കിൽ നിലവിൽ ജോലിയുണ്ട്. ഓക്കെ. അടുത്തതായിട്ട് ഭാര്യ സഹോദരൻ ജോസ് എടത്താഴെ മണത്തണ സർവീസ് സഹകരണ ബാങ്കിലാണ്. അതായത് കണ്ണൂർ ജില്ലയിലെ ഒട്ടുമിക്ക ബാങ്കുകളിലും ഈ പറയുന്ന നമ്മുടെ സണ്ണി വക്കീൽ സാറിൻ്റെ ബന്ധുക്കൾ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തത് ഡെയ്സി തോമസ് ആണ്, ഭാര്യയുടെ സഹോദരിയാണ്. എരുവേശി സർവീസ് സഹകരണ ബാങ്കിലാണ് ഇദ്ദേഹത്തിൻ്റെ ജോലി എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ജോഷി തോമസ്, അളിയൻ്റെ സഹോദരനാണ്. തലശ്ശേരി രൂപത എഡ്യൂക്കേഷണൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലാണ് ജോലി. പിന്നെ ആശ റോസ് സ്വന്തം മകളാണ്, കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്കിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അടുത്തതായിട്ടുള്ള അഞ്ജു റോസാണ്. ഈ അഞ്ജു റോസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് ജോലിയല്ല മേടിച്ചു കൊടുത്തത്, നമ്മുടെ പരിയാരം മെഡിക്കൽ കോളേജിലൊരു സീറ്റാണ് സാറ് മേടിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പം 24,945 റാങ്കുകാരിയായ മകൾക്ക് റാങ്ക് മറികടന്ന് പരിയാരം മെഡിക്കൽ കോളേജിൽ 2006 UDF ഭരിക്കുമ്പോൾ MBBS പ്രവേശനം കൊടുത്തു എന്നാണ് പറയുന്നത്. അതായത് പരിയാരം മെഡിക്കൽ കോളേജിൽ 24,000 റേഞ്ചിൽ റാങ്കുള്ള ഒരാൾക്ക് സീറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരിക്കലും കിട്ടേണ്ട യാതൊരു ഇതും ഇല്ലാത്തൊരു കോളേജാണ് പരിയാരം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത്. അപ്പം അവിടെ ഒരു സീറ്റ് മേടിച്ചു കൊടുക്കാനും സണ്ണി സാറിന് സാധിച്ചു എന്നാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. പിന്നെ ഈ സാറിൻ്റെ ഡ്രൈവർക്ക് വരെ ഇദ്ദേഹം നല്ലൊരു ജീവിതം കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അതായത് ഇദ്ദേഹത്തിൻ്റെ ഗിരീഷ് കുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ സ്വന്തം ഡ്രൈവർ UDF ഭരണകാലത്ത് മന്ത്രി KC ജോസഫിൻ്റെ സ്റ്റാഫ്, ഓക്കെ, ശമ്പളം മന്ത്രി ഓഫീസിൽ നിന്നും, ജോലി സണ്ണിയുടെ കൂടെയും. അതായത് മന്ത്രിയുടെ സ്റ്റാഫ് എന്നുള്ള രീതിയിൽ ജോലി കൊടുത്തു. പക്ഷേ നമ്മുടെ ജോലി ചെയ്യുന്നത് സണ്ണി സാറിൻ്റെ ഡ്രൈവറായിട്ടായിരുന്നു. അപ്പോൾ ഓഫീസിൽ നിന്നും ശമ്പളവും വർക്ക് നമ്മുടെ സണ്ണി സാറിൻ്റെ കൂടെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഈ പറയുന്ന സ്വന്തം ഡ്രൈവർക്ക് വരെ ജോലി കൊടുക്കാനുള്ള മനസ്സും അതിനുള്ള ആ ഒരു സ്നേഹവും കാണിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഈ സണ്ണി ജോസഫ് വക്കീൽ സാറിനെ ഇതേപോലെ കുറ്റം പറയുന്ന അല്ലെങ്കിൽ കുറ്റം പറഞ്ഞ് വീഡിയോ ഇടുന്നത് കാണുമ്പോൾ എനിക്ക് ഇന്നത്തെ സമൂഹത്തിൽ ഈ സ്നേഹം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു കുടുംബസ്നേഹം, അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്നവരോടുള്ള സ്നേഹം, ഇതെല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് അസൂയ ആയതുകൊണ്ടാണ് ഇദ്ദേഹത്തെ നിങ്ങളെല്ലാവരും കുറ്റം പറയുന്നതെന്ന് എനിക്ക് പറയേണ്ടി വരും. അപ്പോൾ ഇതാണ് സാറ്, സണ്ണി ജോസഫ് സാറ് പിന്നെ ഇതേപോലെ പാവങ്ങളെ സഹായിക്കുന്നവരുടെ കുടുംബത്തെയും രക്ഷിക്കാൻ വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇദ്ദേഹത്തിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള